അലീന. അശ്വതി ടീച്ചർക്കും പ്രീതു ടീച്ചർക്കും തങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ ശബ്ദം കേട്ടാൽ മതി അവരെ തിരിച്ചറിയാം. പത്തനംതിട്ട പേഴുംപാറ DPM UP സ്കൂളിലെ ടീച്ചർമാരാണ് ഇരുവരും. പത്തനംതിട്ട പേഴുംപാറ DPM LP സ്കൂളിലെ പ്രീതു, അശ്വതി എന്നീ രണ്ട് അധ്യാപികമാരുടെയും കുട്ടികളുടെയും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നാം കണ്ടത്. ഈ രംഗം ഷൂട്ട് ചെയ്ത ക്ലാസ് മുറിയിലേക്ക് തന്നെ നമുക്ക് നേരിട്ട് പോകാം. രണ്ടാം ക്ലാസ്സിലേക്കാണ് നാം പോകുന്നത്. ഈ ക്ലാസ്സിൽ ഇപ്പോൾ കുട്ടികളും അധ്യാപിക അശ്വതിയുമുണ്ട്. നമസ്കാരം ടീച്ചറെ. വീഡിയോ കണ്ടു, അടിപൊളിയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഈ കുട്ടികളുമായിട്ടുള്ള റിലേഷൻ, അത് അധ്യാപകന്മാരുടെ റിലേഷനൊക്കെ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ വീഡിയോ കണ്ടപ്പോൾ നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടെന്നാണ് മനസ്സിലായത്. അങ്ങനെ തന്നെയാണല്ലേ? അങ്ങനെ തന്നെയാണ്. കുട്ടികളോട് തന്നെ വേണമെങ്കിൽ ചോദിച്ചോ, ഞങ്ങൾ കുട്ടികളും തമ്മിൽ നല്ല അറ്റാച്ച്മെന്റ്. ടീച്ചർമാരെ പറ്റി എത്ര പറഞ്ഞാലും കുട്ടികൾക്ക് മതിയാകില്ല. സൂപ്പറാ, നല്ലവണ്ണം പഠിപ്പിക്കുകയൊക്കെ പറയുന്നതൊക്കെ ചെയ്തും തരും. കരുതൽ, സ്നേഹം ഇത് രണ്ടുമാണ് തങ്ങൾക്ക് വിദ്യാർത്ഥികളോടുള്ളതെന്ന് ടീച്ചർ അശ്വതി വ്യക്തമാക്കി. ഇപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ക്ലാസ്സിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ട് തന്നെ അതേപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ലല്ലോ. കാരണം നമ്മുടെ കുട്ടികളുടെ കൂടെ അത്ര നേരം ഇരിക്കുന്നില്ല, നമ്മൾ ഇവരുടെ കൂടെ അല്ലേ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഇത് അശ്വതി ടീച്ചറാണ്. ആ വീഡിയോയിൽ രണ്ടാമത് ഒരു ടീച്ചർ കൂടിയുണ്ട്, അത് പ്രീതു ടീച്ചറാണ്. പ്രീതു ടീച്ചർ ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല. ഇന്ന് അവധിയാണോ ടീച്ചർ? ടീച്ചറിന് LSSന്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിന് പോയിരിക്കുക. അല്ലെങ്കിൽ ടീച്ചർ ഇന്ന് ഇവിടെ കാണേണ്ടതായിരുന്നു. ഒരു കുടുംബാംഗത്തെ പോലെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരെ തോന്നണം. അത്രമാത്രം സ്നേഹവും കരുതലും അധ്യാപകർ കുട്ടികൾക്ക് തിരിച്ചും കൊടുക്കണം. സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ജിനിൽ കുമാർ പറയുന്നു. ശരിക്കും അധ്യാപകർ കുട്ടികൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ നിന്നൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ സ്കൂൾ അടുത്ത വീടാവണം. അതാണ് പഴയ സങ്കല്പം. ഇന്ന് ആദ്യം നിന്നൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുമായിട്ട് നല്ല ഇൻട്രാക്ഷൻ അധ്യാപകർക്ക് ഉണ്ടാകുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അവരുടെ ഓരോ സാഹചര്യവും വീട്ടിലെ ചുറ്റുപാടുകൾ സഹിതം ഒരു അധ്യാപകൻ നന്നായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് അടുപ്പം സ്ഥാപിച്ചെങ്കിൽ മാത്രമേ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ നല്ല പങ്ക് സ്കൂളിന് വഹിക്കാൻ കഴിയത്തുള്ളൂ. അതോടൊപ്പം തന്നെ അത് അവരുടെ പഠനത്തെയും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കും. കുഞ്ഞിന് എന്തൊക്കെ അറിയില്ല എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത് ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ കടമയാണ്. ടീച്ചറെ നെഹിയാൻ, ടീച്ചറെ നെഹാൻ, ആദി, ടീച്ചറെ ആശ, ടീച്ചറെ അലകൃത. കൃത്യമാണ്. ഇതാണ് കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ബന്ധമെന്നുള്ളത്. അവരുടെ ശബ്ദം കേട്ട് തന്നെ അധ്യാപകർ അവരെ തിരിച്ചറിയുന്നു. അത്രയ്ക്കും കരുതലും സ്നേഹവും ഒക്കെയാണ് ഈ കുട്ടികളോട് അധ്യാപകർക്ക് ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.